എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യ ദിനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പരാമർശിച്ചിരുന്നു. അതിൽ ഒരു കാര്യം മാത്രം, ദിമാങ്കി നക്സൽസ് എന്ന പരാമർശം രാജ്യത്ത് വലിയ രീതിയിൽ വിവാദമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. അതായത് പ്രതിപക്ഷ നേതൃത്വ നിരയിലെ നേതാക്കന്മാരായ പി ചിദംബരം, ജയറാം രമേശ്, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ അവർ പറയുന്നത് നരേന്ദ്രമോദി ഉദ്ദേശിച്ച ദിമാങ്കി നക്സൽസ് ഞങ്ങളെയാണ്, മോദി ഉദ്ദേശിച്ചത് ഞങ്ങളെയാണ്, ഞങ്ങൾ മാത്രമാണ്, ഞങ്ങളെ തന്നെയാണ് ഉദ്ദേശിച്ചതെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ എന്താണ് ദിമാങ്കി നക്സൽസ്? ഏത് കോണ്ടക്സ്റ്റിലാണ് നരേന്ദ്രമോദി ഇത്തരം ഒരു പരാമർശം നടത്തിയത്? സംഭവം എന്താണെന്ന് വെച്ചാൽ 2024 തൊട്ട് നരേന്ദ്രമോദി സർക്കാരും കേന്ദ്ര സർക്കാരും പറയുന്നൊരു കാര്യമുണ്ട്. 2026 മാർച്ച് മാസം ആകുമ്പോൾ രാജ്യത്ത് നക്സലിസം എന്ന പരിപാടി അവസാനിക്കുമെന്ന്. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് നാൾ മുന്നേ രാജ്യത്ത് നക്സലിസം എന്നേക്കുമായി അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നക്സൽസ് കേന്ദ്ര സർക്കാർ മുന്നിൽ കീഴടങ്ങി അവർക്ക് ജോലിയും ജീവിക്കാനുള്ള സാഹചര്യം കേന്ദ്ര സർക്കാർ ഒരുക്കി കൊടുത്തു. ഞങ്ങൾ തന്നെ കണ്ടു കഴിഞ്ഞ ദിവസം ജാർഖണ്ഡിൽ കീഴടങ്ങിയ ഒരുപാട് നക്സൽസുകൾ അവതരിപ്പിച്ച ഒരു ഫാഷൻ ഷോ രാജ്യത്ത് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും വലിയ രീതിയിൽ ട്രെൻഡായൊരു വീഡിയോ ആയിരുന്നു. അത്തരം ആൾക്കാർ നക്സലായിട്ട് പ്രവർത്തിച്ച ആൾക്കാർ, സ്ത്രീകളൊക്കെ കേന്ദ്ര സർക്കാർ കീഴടങ്ങിയിട്ട് കേന്ദ്ര സർക്കാർ കൊടുത്ത പല പല സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവർ പുതിയ ജീവിതത്തിലോട്ട് കടന്നു. അവർ നടത്തിയൊരു ഫാഷൻ പരേഡ് വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിവെച്ചു. അപ്പോൾ നക്സലിസം അതോടുകൂടി അവസാനിച്ചു രാജ്യത്ത്. ഇനിയൊരു നക്സൽ തീവ്രവാദമോ നക്സൽ ആക്രമണമോ ഇന്ത്യയിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ എന്താണ് ദിമാങ്കി നക്സൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞു രാജ്യത്ത് നമ്മൾ നക്സലിസം തുടച്ചു നീക്കപ്പെട്ടു, അതിനായി എന്താ പറയേണ്ടത്, നക്സലിസം എന്നേക്കുമായി തുടച്ചു നീക്കപ്പെട്ടു. പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദിമാങ്കി നക്സലിസമാണ്. ദിമാങ്കി നക്സലിസം എന്ന് പറയുന്നത് ഒരു ഇൻ്റലക്ച്വൽ ആയിട്ട് നടക്കുന്ന ആൾക്കാർ, അത് രാജ്യത്തെ വിഘടനവാദികളും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാരാണ് ഈ ദിമാങ്കി നക്സൽസ്. രാജ്യത്തെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് പിന്തുണക്കുക, അത്തരത്തിലുള്ള ആക്ടിവിറ്റിയായിട്ട് മുഴുകുന്ന ആൾക്കാരെയാണ് ദിമാങ്കി നക്സൽസ് എന്ന് പറയുന്നത്. അതായത് ഇൻ്റലക്ച്വൽസ് ആയിട്ടുള്ള നക്സൽസിനെയാണ് ദിമാങ്കി നക്സൽസ് എന്ന് പറയുന്നത്. നമുക്കറിയാം രാജ്യത്ത് നടക്കുന്ന പല പല പ്രശ്നങ്ങൾക്കും തുടക്കം ഇവിടുന്നാണ്. ഞാൻ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ മണിപ്പൂർ വിഷയം വലിയ രീതിയിൽ അവിടെ രണ്ട് കമ്മ്യൂണിറ്റി തമ്മിൽ നടന്ന ഒരു സംഘർഷം, അത് BJP ആണ് നടത്തുന്നത്. BJPയും അവിടുത്തെ ഗ്രാമവാസികളും തമ്മിലുള്ള കലാപമാണ് എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള നറേറ്റീവ് കൊണ്ടുവന്നത് ഇവിടെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരുണ്ട്, പള്ളിയിലച്ചന്മാർ, കുറച്ച് നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ചാനൽ ചർച്ചയിലൊക്കെ വരുന്ന ആൾക്കാരുണ്ടല്ലോ, കുറച്ച് ഇൻ്റലക്ച്വൽസ്, ഇടതു ചിന്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നൊക്കെ പണ്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അവർ ഒരു നറേറ്റീവ് കൊണ്ടുവരും. ഇതൊക്കെ കേന്ദ്ര സർക്കാർ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഇതിലൊക്കെ അടിച്ചമർത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ആദിവാസി സമൂഹത്തോട് വലിയ രീതിയിൽ ക്രൂരതയാണ് BJP സർക്കാർ ഗവൺമെൻറ് കാണിക്കുന്നത്, മോദി കാണിക്കുന്നതൊക്കെയുള്ള നറേറ്റീവ് ഇവിടെ കൊണ്ടുവന്നു. ആദ്യം ചാനലിലൂടെ ഇത്തരം ആൾക്കാർ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിച്ച് പ്രചരിപ്പിക്കും. അത് ഇവിടുത്തെ മറ്റ് ആൾക്കാർ ഏറ്റെടുത്ത് വലിയ രീതിയിൽ കേന്ദ്ര സർക്കാരിനെ നരേന്ദ്രമോദി കുറ്റപ്പെടുത്തുകയും അവർക്ക് സമരം ചെയ്യാനുള്ള ഇതിലേക്കൊക്കെ അത് പ്രേരക ശക്തിയായി മാറുന്നു. അത്തരത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ദിമാങ്കി നക്സൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രസ്താവന പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ ദിമാങ്കി നക്സൽസ് എന്ന് പറഞ്ഞ് ഇവർക്ക് നന്നായിട്ട് പൊള്ളി. അപ്പോൾ എന്താണ്, പി ചിദംബരം വന്നിട്ടെന്ന് പറയുകയാണ് ദിമാങ്കി നക്സൽസ് ഞങ്ങളെ ഉദ്ദേശമാണെന്ന് പറഞ്ഞു. അതായത് അപ്പം തന്നെ മനസ്സിലായി ആരാണ് ദിമാങ്കി നക്സൽസ് എന്ന്. അപ്പോൾ ഈ പി ചിദംബരം എന്ന് ചിദംബരം പറഞ്ഞത് മുമ്പ് അർബൻ നക്സൽസ് എന്നാണ് എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം മോദി ട്രാക്ക് മാറ്റി ഇപ്പോൾ ദിമാങ്കി നക്സൽസ് ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങളെ ഉദ്ദേശമാണെന്ന്. ഈ പി ചിദംബരത്തിന് ഇത് പറയാനുള്ള ഒരു യോഗ്യതയുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി ചിദംബരമൊക്കെ ഒന്നാം UPAൻ്റെയും രണ്ടാം UPAൻ്റെ സർക്കാരിൻ്റെ ഭാഗമായിട്ട് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തെ തന്നെ എന്താ പറയുക, രാജ്യത്ത് ഒരിക്കലും നടക്കാത്ത ഒരു തരി പോലും ഇല്ലാത്ത നുണകളാണ് പ്രചരിപ്പിച്ചത്. അതായത് ഭരണതലത്തിൽ ഇരിക്കുന്ന ആൾക്കാർ പോലും അത്തരത്തിന് അതിന് കൂട്ടിരുന്നു. അതായത് ഇവിടെ സാഫ്രോൺ ടെററിസം, കാവ്യ ഭീകരത ഉണ്ട് എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള നമ്മുടെ സന്യാസ സമൂഹത്തെയും അത്തരത്തിലുള്ള ഹൈന്ദവ ബിംബങ്ങളെയും ഹൈന്ദവ ചിഹ്നങ്ങളെയും ആ ഹൈന്ദവ കൾച്ചറിനെ പോലും നശിപ്പിക്കാൻ കൂട്ടുന്ന ഒരാളാണ് ഈ പി ചിദംബരം. അപ്പോൾ അങ്ങനെയുള്ള പി ചിദംബരം ദിമാങ്കി നക്സൽസ് പെടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ നരേന്ദ്രമോദി ഉദ്ദേശിച്ചത് തന്നെ ഒരു സാധനം ഇട്ടുകൊടുത്തതാണ്. അപ്പോൾ ഇട്ടുകൊടുത്തപ്പോൾ ഉണ്ടല്ലോ, നരേന്ദ്രമോദി പോലും ഉദ്ദേശിക്കാത്ത രീതിയിൽ ആൾക്കാർ അതിൽ കൊത്തി. അപ്പോൾ ഇവിടുത്തെ ഒരു എന്താ പറയുക, നരേന്ദ്രമോദി പിന്നീട് കേന്ദ്ര സർക്കാർ BJPയുടെ വൃത്തങ്ങൾ തന്നെ പറഞ്ഞത് ഇത് ആരാണോ ഇതിൽ കൊത്തുന്നത് അവരെ തന്നെയായിരിക്കും ദിമാങ്കി നക്സൽസ്. അപ്പോൾ രാജ്യം കണ്ടു ആരാണ് ദിമാങ്കി നക്സൽസ്. രാജ്യം പി ചിദംബരത്തിനെ പോലെയുള്ള ഒരാൾ രാജ്യത്തോട് ചെയ്ത ക്രൂരത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പൊറുക്കാൻ പറ്റാത്തതാണ്. ആ 10 വർഷക്കാലം ഒന്നാം UPA സർക്കാരും രണ്ടാം UPA സർക്കാരും പി ചിദംബരമൊക്കെ ചെയ്ത് കൊടും ചതിയുണ്ടല്ലോ, അതൊരിക്കലും മാപ്പർഹിക്കത്തെയാണ്. നമ്മുടെ രാജ്യത്തെ ഒരുപാട് തവണ പുറകോട്ടടിച്ചതും നമ്മുടെ രാജ്യത്തെ ശിഥിലീകരിക്കാൻ പോകുന്ന പല കാര്യങ്ങളാണോ ഈ പി ചിദംബരം ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ അമിത്ഷാ
ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം പി ചിദംബരത്തിൻ്റെ വീട്ടിൽ കയറി അത് മതിൽ കയറി ചാടിക്കിടന്ന് ഈ പി ചിദംബരത്തിനൊക്കെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. രാജ്യം ശിഥിലീകരിക്കാവുന്ന ആൾക്കാർക്ക് കൂട്ടുനിന്നുകൊണ്ട് തന്നെയാണ് അമിത്ഷാ അന്ന് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഈ നരേന്ദ്രമോദിയുടെ ഈ പ്രസ്താവനയ്ക്ക് ശേഷം പി ചിദംബരം അത് ഏറ്റുപിടിക്കുന്നു. അതിനുശേഷം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, അതായത് BJP യുടെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വരുന്നു. അത് വലിയ രീതിയിൽ വിവാദമായതിനു ശേഷം കേന്ദ്ര സർക്കാർ അതിനൊരു ഡെഫിനിഷൻ കൊടുക്കുന്നു. അപ്പോൾ നരേന്ദ്രമോദി ഇങ്ങനെ ദിമാങ്കി നക്സൽസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആർക്കും പിടികിട്ടിയില്ല, ഉത്തരം കിട്ടിയില്ല. പക്ഷേ ദിമാങ്കി നക്സൽസ് ആയ ആൾക്കാർക്ക് അത് മനസ്സിലായി എന്താണെന്ന്. പക്ഷേ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും അത് മനസ്സിലായില്ല എന്താണെന്ന്. പക്ഷേ ഇവർ പ്രതിപക്ഷം നടത്തുന്ന വലിയ വലിയ കോലാഹലം കണ്ടിട്ട് ജനങ്ങളെന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടു. അതായത് ഇവരെന്താണ്, നരേന്ദ്രമോദി എന്താണ് ദിമാങ്കി നക്സൽസ് കൊണ്ട് ഉദ്ദേശിച്ച് വലിയ എന്തോ നരേന്ദ്രമോദി പാതകം ചെയ്തു എന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ പ്രചരിച്ചത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് തന്നെ കിരൺ റിജിജു തന്നെ ഒഫീഷ്യൽ അദ്ദേഹം ഒരു പോസ്റ്റുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതിന് ഡെഫിനിഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ദിമാങ്കി നക്സൽസ് എന്ന്. അതായത് മാവോയിസ്റ്റുകളെയും, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അംഗീകരിക്കാത്ത ആൾക്കാരെയും, മാവോയിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കാത്ത ആൾക്കാരുമാണ് അതിൽ പെടുന്ന ആൾക്കാരാണ് ദിമാങ്കി നക്സൽസ്. അതൊരു കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് രാജ്യത്തെ വിഘടനവാദികൾക്കും ആർട്ടിക്കിൾ 370 ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അവരൊക്കെയാണ് ദിമാങ്കി നക്സൽസ് പെടുന്ന കാറ്റഗറി 2. അതായത് ഒരുപാട് വിഘടനവാദികളുണ്ട്. ഇപ്പോൾ കശ്മീരിലായാലും ഇന്ത്യയിലായാലും ഒരുപാട്, ഇപ്പോൾ ഇവിടുത്തെ PFI പോലെയുള്ള സംഘടനകളും PFI അതിൻ്റെ ഒരുപാട് സംഘടന സബ്സിഡറീസ് ഉണ്ടല്ലോ. അതായത് അത് ബാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ പല രൂപങ്ങളും ഭാവങ്ങളും അവർ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരും ഈ സെപ്പറേറ്റിസ്റ്റുകൾക്കും ആർട്ടിക്കിൾ 370 വേണ്ടി വാദിക്കുന്ന ആൾക്കാരും ഈ ദിമാങ്കി നക്സൽസിൽ പെടുന്ന ആൾക്കാരാണ്. പിന്നെ അത് മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റായി പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇന്ത്യയുടെ അഭിമാനമായ അവിഭാജ്യ ഘടകമായ ചിക്കൻ നെക്ക് ഉണ്ടല്ലോ, അതായത് നമ്മുടെ നോർത്ത് ഈസ്റ്റും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനവുമായി ബന്ധിക്കുന്ന ആ ഒരു 27 കിലോമീറ്റർ വിസ്തൃതിയുള്ള ആ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന അത് വിഭജിച്ച് നോർത്ത് ഈസ്റ്റിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തും എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും അതിനുവേണ്ടി വാദിക്കുന്ന ആൾക്കാരുമാണ് ഈ ദിമാങ്കി നക്സൽസ് എന്ന്. ഈ 3 കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരും ദിമാങ്കി നക്സൽസ് ഉൾപ്പെടുന്നുവെന്നാണ് കിരൺ റിജിജു ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായി എക്സിൽ പോസ്റ്റ് ചെയ്ത്. അദ്ദേഹം പോസ്റ്റ് ചെയ്തൊരു വീഡിയോയിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് വിഘടനവാദി നേതാവായ ഷാർജിൽ ഇമാമ് മുമ്പൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 5 ലക്ഷം വോളണ്ടിയേഴ്സ് ഉണ്ടെങ്കിൽ ഈ ചിക്കൻ നെക്ക് ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി നോർത്ത് ഈസ്റ്റിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തുമെന്നാണ് പറയുന്നത്. അത് 5 ലക്ഷം, ഇൻ കേസ് 5 ലക്ഷം ഇല്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു 2-3 മാസം തന്നാൽ മതി, ഞങ്ങൾ നോർത്ത് ഈസ്റ്റിനെ ഇന്ത്യയിൽ നിന്ന് വിഭജിക്കുമെന്നാണ് ഷാർജിൽ ഇമാമ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ചേർത്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വീഡിയോ സഹിതം തന്നെയാണ് ഈ കിരൺ റിജിജു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വലിയ രീതിയിൽ രാജ്യത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, വന്ദേ മാതരം ആലപിക്കുമ്പോൾ AICC ആസ്ഥാനത്ത് സോണിയാഗാന്ധി അത് ഇടപെട്ട് തടയാൻ ശ്രമിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഞങ്ങൾ കണ്ടതാണ്. അപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാണ്. ഒരു ഇറ്റലിക്കാരിക്ക് എന്താണ് നമ്മുടെ വന്ദേ മാതരം കേൾക്കുമ്പോൾ ഇത്ര ചൊറിച്ചിൽ എന്ന രീതിയിൽ വലിയ രീതിയിൽ ചർച്ച വരികയാണ്. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ വലിയ രീതിയിൽ അസ്വസ്ഥരാണ്. അപ്പോൾ ഈ ദിമാങ്കി നക്സൽസ് പ്രയോഗം വന്നതോടുകൂടി ഇവർ ശരിക്കും പ്രതിരോധത്തിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഈ മോദി ഇട്ടുകൊടുത്ത ആ ഒരു സാധനത്തിൽ ഇവരങ്ങ് കയറി കൊത്തി. കൊത്തിയപ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലായി BJP തന്നെ സോഷ്യൽ മീഡിയ തുറന്നാക്കണം ആരാണ് ദിമാങ്കി നക്സൽസ് എന്നൊക്കെ ശരിക്കും ജനങ്ങൾക്ക് മനസ്സിലായി എന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം BJP യുടെ ഭാഗത്ത് നിന്ന് തുടങ്ങിക്കഴിഞ്ഞു. അത് ശരിക്കും മനസ്സിലാക്കി കൊടുത്തു ജനങ്ങൾക്ക് എന്താണ് ദിമാങ്കി നക്സൽസ്, ആരാണ് എന്താണെന്നൊക്കെ, അവർ ചെയ്ത ചെയ്തികളും അവർ രാജ്യത്തോട് ചെയ്ത ക്രൂരതകളും എന്തൊക്കെയാണെന്നാണ് ഇപ്പം ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും പ്രധാനമന്ത്രി നടത്തിയ ഈ ഇത് ശരിക്കും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ആകെ കൊളാപ്സ് ആയിരിക്കുകയാണ്. കൊളാപ്സ് ആയത് മാത്രമല്ല അവരുടെ മുഖംമൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ്. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.